ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മത്തി എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ മത്തി വാങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്രൈ ആക്കും, അല്ലെങ്കിൽ മുളക് കറി, അല്ലെങ്കിൽ തേങ്ങ അരച്ച കറി. ഇതന്നെയല്ലേ ട്രൈ ആക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സെറ്റ് ആക്കിയാലോ എന്ന് വെച്ച് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്കൊരു റെസിപ്പി കിട്ടി. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസിപ്പിയുടെ നെയിമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ആക്കണേ നോക്കാം. നല്ല സിമ്പിളാടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കാൻ മസാല സെറ്റാക്കി എടുക്കണ പോലെ മസാല സെറ്റാക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി എന്നിവ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഫിഷിൽ കായം പുരട്ടിയിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡും നന്നായി ഒന്ന് ഇതുപോലെ നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും മറക്കാതെ ട്രൈ ആക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ച്. അപ്പോൾ സാധാ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കി എടുക്കണ പോലെ തന്നെ 2 സൈഡും മൊരിപ്പിച്ച് ഫിഷ് സാധാ പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഓയിൽ കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഫിഷ് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഓയിലെല്ലാം മാറ്റിയിട്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് ഇട്ടാൽ 3/4 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എല്ലാ കറിയിലും പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ലല്ലോ, തേങ്ങാപ്പാൽ പെട്ടെന്ന് പിരിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എന്നിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 7 ചുവന്നുള്ളി, പിന്നെ അതുപോലെ തന്നെ 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടിയും ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണം കുറച്ചാൽ മതി. പിന്നെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കറിയിലൊക്കെ എരിവെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറയ്ക്കുക കൂട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ഫിഷിൻ്റെ അപ്പുറത്തെ സൈഡും കൂടിയും ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടിയും തേങ്ങാപ്പാലിൽ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ എല്ലാ ഫിഷും നമുക്ക് അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് കുക്കാക്കി എടുക്കുക. ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ ചപ്പാത്തി, അതുപോലെ പൊറോട്ട ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. പിന്നെ കുറേ പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പേരില്ലാത്ത ഐറ്റം എന്നൊക്കെ, പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് വേണമെങ്കിൽ മത്തി തേങ്ങാപ്പാൽ പരട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ആക്കി നോക്കുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.